ഹലോ മച്ചാന്മാരെ, അപ്പോഴത്തേക്ക് 3 ചൂണ്ട ഇട്ടതിൽ ഒരു ചൂണ്ടയിൽ മീൻ അടിച്ച കേട്ടോ. അതായത് ഇപ്പം അങ്ങോട്ട് അടിച്ച് കയറിയതേ ഉള്ള ഈ മീൻ. പക്ഷേ ഇത് നല്ലോണം വിഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം എടുത്ത് ഞാൻ കുറച്ച് നേരം കയ്യിൽ വെച്ചിരുന്നു. ഞാൻ പറഞ്ഞ കുറച്ച് കൊണ്ടുപോട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ വെച്ചിരുന്നേ. ഇതിലേക്ക് പിടിച്ച് കയറ്റിയപ്പോൾ നല്ല വിഴുങ്ങിയിട്ടുണ്ട്. ഇപ്പം വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇതിപ്പം കങ്കൂസ് പൊട്ടിക്കാനേ പറ്റൂ. കാരണം ഇത് വെള്ളത്തിൽ കെട്ടിയിടുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മീൻ ചത്തുവാൻ ചാൻസ് ഉണ്ട്. വെള്ളത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞണ്ടും വന്ന് കടിക്കും. അങ്ങനെ ഇപ്പോൾ കൊളുത്ത് ഊരാതെ അത് കട്ട് ചെയ്യാൻ അത്രയേ കട്ട് ചെയ്യാൻ നോക്കുക. പക്ഷേ വകുപ്പൊന്നും നടക്കുന്നില്ല കേട്ടോ മച്ചാന്മാരെ. അതുകൊണ്ട് നമുക്ക് കടിച്ച് തന്നെ പൊട്ടിക്കാം. അങ്കൂസ 80-ൻ്റെ അങ്കൂസ കണ്ടോ എത്ര കട്ടി. കടിച്ചിട്ട് ഭയങ്കര പാട്, പൊട്ടുന്നില്ല. ഇപ്പോൾ കത്രയിട്ട് അത് കുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ് കെട്ടണ്ടേ, കെട്ടി വെള്ളത്തിൽ ഇടണ്ടേ, അതിന് വേണ്ടി ചെയ്തതാണ്. എന്നിട്ട് കയറ് ആ വാഴയുടെ ഞവളയുടെ ഭാഗത്തൂടെ കയറ് കയറ്റി അത് നിങ്ങൾ കെട്ടുന്ന നോക്കിക്കോ അങ്ങനെയാണെന്ന്. ചില ടീമുകൾ മീൻ പിടിച്ചിട്ട് ഞവള കൂടെ കയറ്റി കെട്ടിയിടും. ചിലപ്പം കുറച്ച് നേരം കിടക്കാൻ നേരത്തെ ചത്തുപോകാനും ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ കെട്ടിയിടുമ്പം ഈ താടിയലിൻ്റെ ഭാഗത്തൂടെ കയറ്റി ഒന്ന് കെട്ടിയിടാൻ നേരത്ത് കുഴപ്പമില്ല, അത് അവിടെ കിടന്നോളും. എങ്ങും പോകത്തില്ല ഈ സാധനം, പോകത്തുമില്ല. മീൻ പെട്ടെന്ന് ചാവത്തുമില്ല. പെട്ടെന്നല്ല, മീൻ ചാവത്തില്ല. അത് എത്ര ദിവസം വേണമെന്നെങ്കിലും വെള്ളത്തിൽ കിടക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിന് മുമ്പായിട്ട് ഒരു മീൻ പോയായിരുന്നു, അത് പൊട്ടിച്ചുകൊണ്ട് പോയി. ആദ്യം വലിയ സൈസായിരുന്നു. ഇതിപ്പോൾ ഒരു 200-300 ഗ്രാം കാണത്തേ ഉള്ളൂ, ചെറുതാ. ഇപ്പോൾ പെങ്ങളും ഉണ്ട്. ഞാനും പെങ്ങളും കൂടെ ചൂണ്ടിടാനായിട്ട് പോയതേ. ആണ്ടായിരിക്കുന്നത് ഇതാ എൻ്റെ പെങ്ങൾ. ഇവർക്ക് ചൂണ്ടിടാൻ വരാമെന്ന് ഭയങ്കരമായ ആഗ്രഹമായിരുന്നു, അങ്ങനെ കൊണ്ടുപോയതാണ്. ഞാൻ കയർ കൊടുത്തിട്ട് പറഞ്ഞ് കെട്ടി വെള്ളത്തിയിട്ട് മേളിലൊരു ചെറിയൊരു കമ്പി കൊണ്ടൊന്ന് കെട്ടാൻ പറഞ്ഞത്. അവൾ കെട്ടുന്ന നോക്കിക്കോണം എന്തോത്തിലാണെന്ന്. ഈ ഒരു ചെറിയ മീൻ പോകുമെന്നും പറഞ്ഞ് കെട്ടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അങ്ങോട്ട് ഭയങ്കര വലിയൊരു മരത്തിലാണ് കൊണ്ട് കിട്ടുന്നത്. എന്തോ പറയാനാ. അതാ ചൂണ്ടയിടുന്ന സ്ഥലത്ത് വന്നിരുന്ന ആലപ്പും ബഹളവും എനിക്കറിയാൻ വയ്യ. ഇതോടെ തീരുമാനിച്ച് ചൂണ്ടയിടാൻ കൊണ്ടുപോകണ ഒരു പരിപാടിയില്ല ഇവിടെ. ആ ചെറിയൊരു ചുള്ളിക്കമ്പി കെട്ടിയിടുന്ന